നമസ്കാരം എന്റെ ചാണകസംഖി സുഹൃത്തുക്കളെ, നമ്മുടെ ഗവർണർക്കെതിരെ കേരളം ഇങ്ങനെ വിമർശനങ്ങൾ തൊടുത്തു വിടുകയാണ്. അദ്ദേഹം രാജ്ഭവനിൽ നടന്ന ഒരു പരിപാടിയിൽ ഭാരതാംബയുടെ നമ്മുടെ കാവിക്കൊടി പിടിച്ച, നമ്മുടെ സംഘികളുടെ കാവിക്കൊടി പിടിച്ച ഭാരതാംബയെ വെച്ചു എന്നും പറഞ്ഞിട്ട് ഇവിടുത്തെ കമ്മി, കൊങ്ങി, സുഡാപ്പി, ജിഹാദികളെല്ലാം കൂടി നമ്മുടെ ഗവർണറെ ആക്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായി റിപ്പോർട്ടർ ചാനലിലെ മൊട്ടാരുൺ നമ്മുടെ ഗവർണർക്ക് നേരെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിന് നമ്മുടെ ഗവർണർക്ക് പോകാൻ സമയമില്ല, നേരമില്ല. അതിനുവേണ്ടി നമ്മുടെ ഉള്ളി സുരേട്ടനും നമ്മളെ ഏഷ്യാന്റെ മൊയിലാളിയും എന്നെയാണ്, നമ്മുടെ ചാണക സംഖ്യകളിൽ ഏറ്റവും കൂടുതൽ ചാണകം തലയിലുള്ള എന്നെയാണ് ആ പരിപാടിയിലേക്ക് വിട്ടത്. മൊട്ടയരുടനെ നല്ല കരുത്തുറ്റ ഭാഷയിൽ, നമ്മുടെ ചാണകം തുളുമ്പുന്ന ഭാഷയിൽ ശക്തമായി മറുപടി കൊടുത്തിട്ട് ഞാൻ വിജയശ്രീ ലാളിതനായി നമ്മൾ സംഖ്യയുടെ മടയിലേക്ക് തിരിച്ചു വരും. ചാണക സംഖ്യ സുഹൃത്തുക്കളെ തിരിച്ചു വരും. നിങ്ങൾ എനിക്ക് വേണ്ടി ആ ചാണകപ്പൂക്കൾ ഇങ്ങനെ വാരി വിതരണം. എന്റെ ചാണക സംഖ്യ സുഹൃത്തുക്കളെ വാരി വിതരണം. നമുക്ക് തുടങ്ങാം മൊട്ടയരുണുമായുള്ള എന്റെ യുദ്ധം. എനിക്ക് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഗവർണറോട് ചില ചോദ്യങ്ങളുണ്ട്. നമ്മൾ സംഖ്യകൾക്ക് ചോദ്യങ്ങൾ ഇഷ്ടമില്ല എന്ന് അറിയാലോ മൊട്ടയാറും. എന്നാൽ ഇപ്രാവശ്യത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ചോദിച്ചോ. അതിൽ ആദ്യത്തെ ചോദ്യം, അങ്ങയുടെ ഈ രാജ്ഭവനിൽ വെച്ചിരിക്കുന്ന ഈ ഭാരതാംബ എന്ന് പറയുന്നത് ഏതു നിയമപ്രകാരം, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്, അല്ലെങ്കിൽ പാർലമെന്റിലെയോ ഏതെങ്കിലും നിയമസഭയിലെയോ പാസാക്കിയ ഏതെങ്കിലും ദേശീയമോ സംസ്ഥാനത്തെയോ ചിഹ്നത്തിന്റെ ഭാഗമായി വരുന്നതാണ് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. അങ്ങനൊന്നുമില്ലല്ലോ. നമ്മളെ ഗവർണർ അങ്ങ് ഉത്തരേന്ത്യയിൽ നിന്ന് വരുമ്പോൾ ഇവിടെ നമ്മൾ ഉള്ളിസൂരിയും മലയാളിയും പറഞ്ഞത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കേരളം നമ്മളെ സംഖ്യയുടെ കീഴിലാണ്, ചാണകത്തിന്റെ കീഴിലാന്ന് പറഞ്ഞു. ഇവിടെ എന്തും കാണിച്ചോ, ഒരു കുഴപ്പമില്ല, ഒരാളും ചോദ്യം ചെയ്യില്ല എന്നല്ല നമ്മോട് പറഞ്ഞേ. ഇവിടെ മൊത്തം നമ്മൾ ഉള്ളിസൂരായിട്ടും ഏഷ്യാന്റെ മൊയിലാളി കീഴടക്കിന്നല്ല പറഞ്ഞേ. കോടിക്കണക്കിന് ഉറുപ്പ്യാന്നല്ല അതിനു വേണ്ടി കേന്ദ്രം അവർ കൊടുത്തിനി. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും വരാൻ പാടില്ല. അതുകൊണ്ട് അമ്മാരി ചോദ്യം ഒന്നും വേണ്ട. അരുണ് തോറ്റ് അടുത്ത ചോദ്യം ചോദിക്കണേ. അങ്ങേക്ക് അങ്ങയുടെ സ്വകാര്യ വസതിയിൽ അല്ലെങ്കിൽ അങ്ങയുടെ ഔദ്യോഗിക വസതിയിൽ അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളെ ആരാധിക്കാനും സിനിമാ താരങ്ങളുടെ ചിത്രങ്ങൾ വയ്ക്കാനും ക്രിക്കറ്റ് താരങ്ങളുടെ ചിത്രം വയ്ക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. അതിനെ ഒന്നും നമ്മൾ ആരും എതിർക്കുന്നില്ല. പക്ഷേ അതിന്റെ മുന്നിൽ പോയി പൂജ നടത്തി ഒരു സർക്കാർ പരിപാടി തുടങ്ങണമെന്ന് പറയുമ്പോൾ മതേതര ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല എന്നുള്ളതാണ് ഇന്നലെ ഇടതു സർക്കാർ കാണിച്ചു കൊടുത്തത്. ഇവൻ കമ്മിയാടാ, കമ്മി സുഡാപ്പി, ജിഹാദി, കൊങ്ങി, കോൺഗ്രസ്. ഇവൻ മൊട്ടയുണ്ടടാ, മൊട്ടേനെ വിടാൻ പാടില്ലടാ. ഇവനെ അറസ്റ്റ് ചെയ്യണം, രാജ്യദ്രോഹി. ഓടാ പാകിസ്ഥാനിലേക്ക്, ഉളുപ്പില്ലാത്ത നായി. ഈ ഇമാരി ചോദ്യം ചോദിക്കാം മണ്ടറാനോട്. എന്നെ ചാണക സംഖ്യ സുഹൃത്തുക്കളെ, ചാണകം വാരി എറിയൂ. ഇവന്റെ നേരെ ചാണകം വാരി എറിയൂ. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന ചില തോന്നുമ്പോ ഈ ചോദ്യം ഇതാണെന്ന് പറഞ്ഞിട്ട് എന്റെ തലപ്പിരാന്ത് എടുപ്പിക്കില്ല. ഒറ്റ തന്നെ ഒരു ഉത്തരവ് അറിയാണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിന്റെ ഇടക്കാന്ന് ചോദ്യം ഇതാണ് ആളെ പഠിപ്പിക്കുന്നു. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ ഒന്ന് 1950 ദ എംബ്ലംസ് ആൻഡ് നെയിംസ്, ദ പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ട് എന്ന് പറയും. അതിൽ 28ഓളം ഭാഗങ്ങളുണ്ട്. അതിൽ തന്നെ വിവിധ എംബ്ലത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് ഒരു കാരണവശാലും തെറ്റായി ഉപയോഗിക്കാൻ പാടില്ലാത്ത ഈ എംബ്ലംസിന്റെ ഏത് എംബ്ലത്തിലാണ്, ഏത് സെക്ഷനിലാണ്, എത്രാമത്തെയാണ് അങ്ങ് ഉപയോഗിച്ചിരിക്കുന്ന ഭാരതാംബയുടെ ചിത്രം വരുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാം. അതിൽ പറയുന്ന പതാക ഏത് എംബ്ലത്തിന്റെ ഭാഗമായിട്ടാണ് ഉള്ളത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. മിസ്റ്റർ അരുൺ, ഓപ്ഷൻ വേണം, ഓപ്ഷൻ. ഗുരുജി, മണിക്കുട്ടി തിരിയരുത്. മിസ്റ്റർ സുരേന്ദ്രൻ, വാട്സാപ്പ് യൂണിവേഴ്സിറ്റി. എന്താണ് ഇതിന്റെ ഉത്തരം? ഉള്ളി ചീഞ്ഞോ? ഒറ്റ മിനിറ്റ്. ഏഷ്യാനെറ്റ് മലയാളി ചന്ദ്രശേഖരൻ ജി യൂണിവേഴ്സിറ്റി. മലയാളത്തിൽ തുണിമുക്കി കാണിച്ചു കൊടുക്കാനോ? മിസ്റ്റർ മുരളീധരൻ, വാട്സാപ്പ് യൂണിവേഴ്സിറ്റി. എന്താണ് ഇതിന്റെ ഉത്തരം? എണ്ണയുടെ വില കൂടുമ്പോ ആനുപാതികമായിട്ട് സൗദി അറേബ്യയിൽ എണ്ണന്റെ വില കൂടില്ലെന്ന്. ഇവിടെ ബുദ്ധിയുള്ള ഒരൊറ്റ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ഇല്ലേ നമ്മളെ കൂട്ടത്തിൽ? മിസ്റ്റർ അരുൺകുമാർ, എന്റെ ഉത്തരം നിങ്ങൾക്ക് വ്യക്തമാവില്ല. കാരണം നിങ്ങളുടെ ചോദ്യം എനിക്ക് വ്യക്തമല്ല. അതുകൊണ്ട് ഒന്നുകൂടി നിങ്ങളുടെ ചോദ്യം എനിക്ക് ഉത്തരം പറയാത്ത രീതിയിൽ, മനസ്സിലാകാത്ത രീതിയിൽ പറ. എന്നാലേ എനിക്ക് കാര്യങ്ങൾ പറയാൻ കഴിയും. അടുത്ത ചോദ്യത്തിലേക്ക് വേഗം വിട്ടോ. രണ്ടാമത്തത് 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് പ്രകാരം നാഷണൽ ഫ്ളാഗിനെയും നാഷണൽ ആന്തത്തെയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെയും ഏതെങ്കിലും തരത്തിൽ വികൃതമാക്കുകയോ മോശമാക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു ശിക്ഷയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപ്രകാരം 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ടിൽ ഭാരതാംബ എന്ന് പറയുന്ന ആശയം അടങ്ങിയിട്ടുണ്ടോ? ഈ മാപ്പ് അതിൽ കാണാൻ സാധിക്കുമോ? ഇതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. മിസ്റ്റർ മൊട്ടാരുൺ, കേൾക്കുന്നില്ല. നിങ്ങൾ ചോദിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല.
എന്താണ് ചോദിച്ചത്? ഒന്നും കേട്ടില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ മൊട്ടേരണ നീ ഇന്ന് ഇടുന്നുണ്ടല്ല തിത്തിത്തരികിട തോം കളിക്കും. ഒറ്റ ചോദ്യം വ്യക്തമായിട്ടില്ല. കട്ടാക്കട ഓനായിട്ടുള്ള ബന്ധം കട്ടാക്കട ചാണക സംഖ്യകളെ കട്ടാക്കും. എല്ലാ ചാണക സംഖ്യകളും ഇതെല്ലാം ഇത്രയും വലിയ ശിക്ഷയായിരുന്നു. ഇതൊന്നും പറയാണ്ട് ആ ഉള്ളിസൂരാനെ നേരെ ഇങ്ങക്ക് വിട്ടിനി. കുറെ ചാണക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറെ ചാണകം നിറച്ചിട്ട് ഇതെല്ലാം വിവരമുള്ള ചോദ്യങ്ങളാണ്. എന്തായാലും നമ്മളെ സംഖ്യക്ക് പറഞ്ഞ ഒരൊറ്റ യൂണിവേഴ്സിറ്റിയിൽ ഉത്തരവുണ്ടാകും. എത്ര കോടിക്കണക്കിന് ഉറുപ്പിയാണ്, കോടിക്കണക്കിന് കള്ളങ്ങളാണ് ഉത്തരേന്ത്യ പറഞ്ഞു വിടുന്നത്. ഏതെങ്കിലും ഒരുത്തിന് ആവശ്യത്തിന് ഒരു കള്ളത്തരം പറഞ്ഞു തരുന്നുണ്ടോ? ഒരുത്തനും കഴിയില്ല. ആകെ അറിയുന്നത് തുണി പൊക്കി കാണിക്കാനും തൂറി എറിയാൻ. എത്രാന്ന് വെച്ചിട്ടാ ഈ തുണി പൊക്കി കാണിക്കുക? ആരോടെ ഈ തുണി പൊക്കി കാണിക്കണ്ടേ? എത്രാന്ന് വെച്ചിട്ടാണ് ഈ തൂറി എറിയ? തൂറുന്നതിനൊരു കണക്കില്ലടോ. എത്രാന്ന് വെച്ചിട്ടാ തിന്നിട്ട് തൂറുക നമ്മള്? ഇനിയെങ്കിൽ നമ്മള് മലയാളികളെ പറ്റിക്കുന്ന പരിപാടി നിർത്തണം കേട്ടാ. വിവരമുള്ളവരാ മലയാളികൾ. അതുകൊണ്ട് എനക്ക് തോന്നുന്നില്ല നമ്മളെ ചാണകകിട പുഷ്പിക്കുന്നു. നമ്മളെ ചാണകകിട നാറിക്കൊണ്ടേയിരിക്കും. അമ്മാരി നേതാക്കന്മാരല്ലേ ഞമ്മക്കുള്ളേ. അതുകൊണ്ട് ഇവിടെ ഒന്നും നടക്കുന്ന എനക്ക് തോന്നുന്നില്ല. ചാണക സംഖ്യ സുഹൃത്തുക്കളെ, ഇവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമ്മളെ ചാണക സംഖ്യകൾ ചത്ത പോലെ കടന്നോ മറുപടി പറയാനൊന്നും പോണ്ട. നാളെ കിട്ടും നാറിപ്പോ. നമ്മളെ പേരിൽ കേസായി കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ വരെ ഈ മുതലാളിമാർ വരില്ലാട്ടാ. അതുകൊണ്ട് പറ്റുന്ന പോലെല്ലാം കമന്റ് ബോക്സിൽ തൂറി എറിയ, തുണി നോക്കി കാണിക്കുക. അല്ലാണ്ട് നേരിട്ട് വന്നിട്ട് ഇവരോട് യുദ്ധം ചെയ്യാൻ നിൽക്കണ്ട. എന്നാ പിന്നെ ശരി. സുലാൻ.